ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ചിന്ന വീടിൻ്റെ ഹോം ടൂർ ഇടാമെന്ന്. അതായത് മേലെ ചിന്നാറുള്ള നമുക്ക് വീടും പറമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിറച്ച് ഉറുമ്പ് അവിടെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ കൊച്ചു വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എനിക്കിങ്ങനത്തെ ചെറിയ വീട് തന്നെയാണ് കേട്ടോ ഇഷ്ടം പണ്ട് മുതൽ. കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുണ്ടേ. അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ മേലെ ചിന്നാറുള്ള വീടിൻ്റെ വ്യൂ. ഇങ്ങനെ ഇഷ്ടിക കൊണ്ട് പണിതൊരു വീടാണ് കേട്ടോ. ഈ ഇഷ്ടികയൊക്കെ ഒരു പപ്പ ഇവിടുത്തെ മണ്ണുകൊണ്ട് തന്നെ കുഴച്ചുണ്ടാക്കിയ ഇഷ്ടികയാണ്. ഈ വീടിന് ഏകദേശം ഒരു 50 വർഷത്തെ പഴക്കമുണ്ട്. പപ്പയും കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് ഡിസൈൻ ചെയ്ത വീടാണ് കേട്ടോ. അവർ തന്നെ ഉണ്ടാക്കിയതും എല്ലാം അവർ തന്നെയാണ്. ഇഷ്ടിക വരെ അവരാണ് ചെയ്തേക്കണേ. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടുത്തെ മച്ചിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. മച്ചൊക്കെ ഉള്ള വീടാണ്. മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഷീറ്റാണ് കേട്ടോ. ആസ്ബറ്റോസ് ഒന്നല്ല, വേറൊരു ഷീറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഔട്ട്ലുക്ക്. ഇനി ഇപ്പുറ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ ചോരുന്ന കാരണം നമ്മളൊരു ഷീറ്റ് ഇട്ട് മറച്ചേക്കുക. അല്ലെങ്കിൽ ഇതോ അവിടെയായിട്ടേ ആ ഷീറ്റിൻ്റെ അടിയിലായിട്ടൊരു ചെറിയ കിളിവാതിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മച്ചിൻ്റെ മുകളിൽ ഉള്ളൊരു ജനലാണത്. അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെ വ്യൂ ഒക്കെ കാണാം. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ ചെറിയ ചോർച്ചയൊക്കെ ഉള്ള കാരണം ഒരു ഷീറ്റ് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് നേരെ വീട്ടിലേക്ക് കയറാം. വരൂ. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് കയറാം. ഈ വാതിലിൽ തന്നെ നല്ല പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ണം വാതിൽ പോലെയാണ്. മക്കളിട്ടാണ് വരാൻ കേട്ടോ കഷ്ണം വാതിൽ. ഓരോ കഷ്ണമായിട്ട് നമുക്ക് തുറക്കാം. കണ്ടോ, 4 ഡോറാണ് മെയിനായിട്ട്. ഇങ്ങനെയാണ് മുറിക്കകത്തേക്ക് കയറുന്നത്. ഇത് നമ്മുടെ ലിവിങ് റൂം കം ഡൈനിങ് റൂം കം പിന്നെ ബെഡ്റൂമും കൂടിയാണ്. 2 കട്ടിൽ, വലിയ 2 കട്ടിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ പകുതി സ്ഥലം പോയിട്ടോ. പിന്നെ ഇവിടെ പഴയ ഒരു ചാരുകസേര ഉണ്ട്. അത് പപ്പയുടെ കാലം തൊട്ടുള്ളതാണ്. ചേച്ചാ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇതിനകത്താണ് ഇരിക്കാറ്. ഡയറക്റ്റ് കട്ടിലുമായിട്ടൊന്നും കയറില്ല, കാരണം ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കുളി കഴിയണവരെ ഈ കസേര തന്നെയാണ് ഇരിപ്പ്. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ പണ്ട് കാലത്തെ ഒരു കസേര ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവൂലേ കസേര? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലുണ്ടായിരുന്ന കസേര. പിന്നെ ഇതുപോലെ മടക്കി വെക്കുന്ന ഒരു കസേരയുണ്ട്. ഇങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, നമുക്കൊരു മേശയുണ്ട്. ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചെടികളിലും ഇടാനുള്ള കോയിൻസ് ആണ് കേട്ടോ. നമ്പറാണ് ഇതിനകത്ത് കണ്ടോ. അപ്പോൾ നമുക്ക് 600 ചെടിയാണുള്ളത്. അപ്പോൾ അതിൽ ഇടാനുള്ള കോയിൻസ്. അപ്പോൾ ഓരോ ചെടിക്കും കോയിൻ ഇട്ട് കൊടുക്കുമ്പോൾ അത് എത്രാമത്തെ ചെടിയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ മുറിയിലുള്ളത്. പിന്നെ നിങ്ങളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു മുറിയുണ്ടോ. അതായത് നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് കയറി വന്നു കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റൂം ഉണ്ട് കേട്ടോ. റൂം അത്ര ഭംഗിയായിട്ടൊന്നും അല്ല കിടക്കുന്നത്, കാരണം ഇതൊരു പണി സാധനങ്ങളൊക്കെയാണ് മൊത്തം വെച്ചേക്കുന്നത്. പിന്നെ അവിടെ ഒരു അലമാരി ഉണ്ട്. പിന്നെ സ്റ്റെപ്സ് ഒക്കെ കണ്ടോ, അത് മച്ചുണ്ട് കേട്ടോ. മുകളിൽ മച്ചിലേക്ക് കയറി പോകുന്ന സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻവെർട്ടറൊക്കെ ഉണ്ട്. 2 ജനൽ 2 സൈഡിലായിട്ടുണ്ട്. ഇങ്ങോട്ട് അധികം ഞാൻ കയറാറില്ല, പണിമുറിയാണ്. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് ഈ മെയിൻ റൂമിൽ നിന്ന് തന്നെ നേരെ ചെല്ലുമ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കള. കുഞ്ഞടുക്കള എന്ന് പറയുമ്പോൾ ഇവിടെ അരിപ്പാത്രം വെച്ചേക്കുന്നത്. പിന്നെ പഴയകാലത്ത് അനുസ്മരിപ്പിക്കുന്ന ഒരു ഡെസ്കും ഒരു ബെഞ്ചും ഉണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇതുണ്ട്. പണിക്കാരൊക്കെ ഉള്ളപ്പോൾ ഇവിടെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ. പിന്നെ ഒരു ചെറിയൊരു ഒരടുപ്പിൻ്റെ ഗ്യാസ് ഉണ്ട്. പിന്നെ അതേ ഇവിടെ ഉറിയുടെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ കേട്ടോ. എല്ലാ സാധനങ്ങളും ഇങ്ങനെ തൂക്കിയിട്ടേക്കുക, അത്ര ഭംഗിയൊന്നുമില്ല. അത് എലിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി തൂക്കിയിട്ട് തന്നെയാണ്. അവിടെ ഒരു അടുപ്പുണ്ട്, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നേരായി കിടക്കുക. പിന്നെ അത് ഇവിടെയൊക്കെ മണ്ണ് കുഴച്ച് തേച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. അടുക്കളയിലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ.
നമുക്ക് ഈ വീട്ടിൽ പ്ലംബിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രമ്മിലാണ് നമ്മൾ കുടിക്കാനൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം, കഞ്ഞി തിളപ്പിക്കാനും എല്ലാത്തിനുള്ള വെള്ളം ഈ ഡ്രമ്മിനകത്താണ് നിറയ്ക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു 3 കൂടിയ ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന വാതില്, പിന്നെ ഒന്ന് പുറത്തേക്ക് പോണ വാതില്, പിന്നെ നേരെ ഒരു വാതിലുണ്ട്. അതൊരു മുറിയാണ് കേട്ടോ. മുറിയില് ആയുധങ്ങളൊക്കെയാണ് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ ഒരു മുറി ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ നല്ല നീട്ടത്തിലുള്ള ഒരു മുറിയാണ്. ഇവിടെ താമസക്കാർ, അതായത് പണിക്കാർ താമസിക്കുന്നവരുള്ളപ്പോ ഈ മുറിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നല്ല നീട്ടത്തിലുള്ള ഒരു റൂമാണ്. ആ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വാതിലുണ്ട്. പുറത്തേക്കൊന്നും നോക്കണ്ട കേട്ടോ, പുല്ലിന് മരുന്നൊക്കെ അടിച്ചു വെച്ചേക്കാണ്. അത് കാരണം അവിടെ പുല്ലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ഈ മുറിയുടെ ലുക്ക്. നമുക്ക് അതൊന്നും കാണണ്ട, ഇങ്ങോട്ടേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വളം വെച്ചേക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പഴയ അമ്മിക്കല്ലാണ്. ഇവിടെ മിക്സിയൊന്നും ഇല്ല, അപ്പം ഞാൻ അരകല്ലിലിട്ടാണ് തേങ്ങ അരയ്ക്കാനും പരിപാടിയൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മിക്കല്ല്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലംബിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് തന്നെ നമ്മുടെ കെട്ടുവൻ ചെയ്തു വെച്ച പണിയാണ്. ഇങ്ങനെ ഒരു ഡ്രമ്മിൽ നിന്ന് പൈപ്പ് വെച്ചേക്കുക. ഈ പൈപ്പിലേക്ക് വെള്ളം വന്നെങ്കിൽ ഇതിൽ നിന്ന് ഈ വലിയ ഡ്രമ്മിൽ നിന്ന് വെള്ളം കോരി ഈ മേളിൽ കൂടെ ഒഴിച്ച് നമ്മളിവിടെ പൈപ്പ് തുറക്കുമ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം വരും. കണ്ടാ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു ഹോം ടൂറ്. പിന്നെ അതേ ബാത്റൂം ഇവിടെ ആയിട്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് വിശേഷം. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം താമസക്കാരൊന്നും അല്ല കേട്ടോ. ഞങ്ങള് വെക്കേഷന് ഞാനും പിള്ളേരും കൂടി ഇങ്ങോട്ട് വരും. വെക്കേഷൻ കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ പെരുമ്പാവൂർക്ക് പോവുകയാണ് പതിവ്. ഇപ്പോൾ കുറച്ച് ദിവസത്തെ വെക്കേഷൻ കിട്ടിയപ്പോൾ ഓടി വന്നതാണ്. അല്ലെങ്കിൽ ഹസ്ബൻഡാണ് ഇവിടെ താമസിക്കുന്നത്. ഹസ്ബൻഡ് ആഴ്ചയിലൊരിക്കലാണ് നാട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കോ.